നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ് നായർ, ആസ്റ്റർ മെഡിസിറ്റിയിലെ ചീഫ് സ്പൈൻ കൺസൾട്ടൻ്റാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ് തോമസ്, ആസ്റ്റർ മെഡിസിറ്റിയിൽ തന്നെ സീനിയർ ന്യൂറോ സ്പൈൻ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു. ഡോക്ടർ അനൂപ്, നമ്മൾ നോർമൽ ഡെയിലി നമ്മൾ ഒ പിയിൽ കാണുന്ന ഏറ്റവും വലിയ കോമൺ ക്വസ്റ്റ്യനാണ്, എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, എനിക്ക് നെക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ, ഒരു ക്ലിനിക്കിൽ പോയാൽ ആദ്യം തന്നെ അത് പലപ്പോഴും അതിൻ്റെ ഡയഗ്നോസിസ് ഒരു മസിൽ സ്പ്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്പാസം എന്നാണ് അതിന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ ബാക്ക് പെയിൻ ശരിക്കും ഒരു സീരിയസ് ബാക്ക് പെയിൻ ആവുന്നതും അതൊരു വെറുതെ ഒരു മസിൽ സ്പ്രെയിൻ ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിന് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്? ബാക്ക് പെയിൻ വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ. ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പ്രകാരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ അനുഭവിക്കാത്തവർ ഇല്ല, അല്ലെങ്കിൽ 80% ആൾക്കാർക്കും ബാക്ക് പെയിൻ ഒരിക്കലെങ്കിലും വളരെ ഒരു സിവിയർ ബാക്ക് പെയിൻ വരുമെന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ മിക്കവാറും പേർക്ക് ചില ദിവസങ്ങളിൽ വന്നു പോകുന്ന ഒരു ബാക്ക് പെയിൻ കാണാം. പക്ഷേ ചിലപ്പോൾ വളരെ ഡ്രമാറ്റിക്കായിട്ട് നടുവെട്ടി അനങ്ങാൻ പറ്റാതെ വരുന്ന, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന നടുവെട്ടി വളരെ സ്റ്റിഫായി വരുന്നവർക്ക് ചിലപ്പോൾ യഥാർത്ഥത്തിലൊരു ഡിസ്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കണ്ടെന്നിരിക്കില്ല. അതേസമയം തന്നെ വളരെ ചെറിയ വേദനയായി ചിലപ്പോൾ കാലിലേക്ക് നടക്കുമ്പോൾ മാത്രം വരുന്ന ഒരാൾക്ക് വേദന കണ്ടെന്നിരിക്കും. അല്ല, ചിലപ്പോൾ കാലിലേക്ക് നടക്കുമ്പോൾ മാത്രം വരുന്ന ഒരു വേദനയായിട്ട് വരുന്ന ഒരാൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്പൈൻ പ്രശ്നം കണ്ടെന്നിരിക്കും. അപ്പോൾ ഞരമ്പുകൾ ബാധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അണ്ടർലൈങ് ഡിസീസ് ഉള്ളപ്പോഴാണ് ഒരു സാധാരണ സ്പ്രെയിനെ കഴിഞ്ഞും ബാക്ക് പെയിൻ സിഗ്നിഫിക്കൻ്റ് ആകുന്നത്. നടുവെട്ടി എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു ടേമാണ്. ആസ് ഫാർ ആസ് നമ്മൾ പണ്ട് പറയുന്ന ആൾക്കാർ പറയുന്നു ജസ്റ്റ് ഒരു ഹോട്ട് പാക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ കോൾഡ് അപ്ലൈ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്ക അങ്ങനത്തെ ഒരു കോമൺ ഹോംലി റെമഡീസ് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്ന ചെറിയ കൈപ്രക്രിയകൾ ചെയ്യുമ്പോൾ മാറുന്നൊരു പെയിൻ മിക്കപ്പോഴും അതൊരു സാധാരണ ഒരു മസിൽ സ്പ്രെയിനും അതിലൊന്നും മാറാത്തത് ഒരു സീരിയസ് ബാക്ക് പെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ അല്ലേ? ഏത് ബാക്ക് പെയിനും ഒരു 2-3 ആഴ്ചയിൽ കൂടുതൽ തുടർച്ചയായി നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിച്ചേ വരിക, അല്ലെങ്കിൽ കൂടുതലായി മസിലുകൾക്ക് ബലക്കുറവ് വരിക, നമുക്കൊരു സാധാരണ രീതിയിലുള്ള ചലനം പോസിബിൾ അല്ലാതിരിക്കുക, നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കപ്പെടുന്ന വേദനകൾ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കും. അതേപോലെ അണ്ടർലൈങ് ഡിസീസ് ഉള്ളവർ, ഇതിപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉള്ളവർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, ഇവർക്ക് ഉണ്ടാകുന്ന പ്രതിരോധശക്തി കുറവുള്ള ആൾക്കാർക്ക്, വളരെ പ്രായം കൂടിയ ആൾക്കാർക്ക്, അവർക്ക് ചിലപ്പോൾ വളരെ പുറത്തോട്ടധികം ലക്ഷണങ്ങൾ കാണിച്ചെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ കുറച്ചുകൂടെ ഈ പെയിൻ കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബാക്ക് പെയിൻ വന്നാൽ നമ്മൾ നോർമലി ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ഒരു പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോയൊരു പെയിൻ കില്ലർ കഴിക്കും. ഒരു 80-90% അതിൽ മാറിയെന്ന് വയ്ക്കും. എപ്പോഴാണ് ഇതൊരു പെയിൻ കില്ലർ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത്ര ആഴ്ചകളോ അല്ലെങ്കിൽ ഇത്ര കാലം പെയിൻ കില്ലർ കഴിച്ചിട്ടും മാറാത്തൊരു പെയിൻ, അങ്ങനെ അതാണ് ഒരു പെയിൻ ഓഫ് കൺസേൺ എന്നെടുക്കുന്നത്? അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വല്ലതും ഉണ്ടോ? അങ്ങനൊരു സമയപരിധി ഓരോരുത്തർക്കും അനുസരിച്ച് വ്യത്യാസം വരാം. പക്ഷേ എങ്കിലും ഒരു 2-3 ആഴ്ച തുടർച്ചയായി വേദന നീണ്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോ ഗ്യാപ്പിൽ ഒരേ പാറ്റേണിലുള്ള വേദനകൾ പിന്നെയും പിന്നെയും തിരിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ കാലിലേക്ക് ഇറങ്ങി വരുന്ന പെയിൻ, എന്താണ് ഈ കാലിലേക്കോ അല്ലെങ്കിൽ കഴുത്തുനിന്ന് തുടങ്ങി കയ്യിലേക്ക് ഇറങ്ങി വരുന്നൊരു ആ പെയിൻ എന്താണ് സൂചിപ്പിക്കുന്നത്? കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സെക്കൻഡോ തേർഡ് ക്വസ്റ്റ്യൻ ഡോക്ടർ ഒരു പേഷ്യൻറ്റോട് ചോദിക്കുന്നതാണ്, നടുവേദനയുടെ കൂടെ കാലിലേക്കോ കയ്യിലേക്കോ വേദന ഇറങ്ങി വരുന്നുണ്ടോ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടന നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നട്ടൽ ഓരോ കശേരുക്കളായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഓരോ ലെവലിൽ നിന്നും നമുക്ക് ഓരോ 2 സൈഡിലേക്കും ഓരോ നെർവ് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ നെർവ് കൈയിലേക്ക് പോയി അല്ലെങ്കിൽ കാലിലേക്ക് പോയി സ്പെസിഫിക് മസിൽ ഗ്രൂപ്പിനെ സപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ചലനങ്ങൾ സാധ്യമാകുന്നത്. അത് നമുക്കെന്നല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ആ നെർവ് പോകുന്ന വഴിക്ക് വേദന വന്നാൽ, അല്ലെങ്കിൽ ആ നെർവിൻ്റെ തുടക്കത്തിൽ വേദന വന്നാൽ, ആ വേദന നമ്മുടെ ആ നെർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മസിലുകളിലോ അല്ലെങ്കിൽ അത് സെൻസേഷൻ സപ്ലൈ ചെയ്യുന്ന ഏരിയയിലോ ഉള്ളതായിട്ടാണ് ശരീരം അതിനെ സെൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കഴുത്തിൽ ഒരു ഡിസ്ക് വന്ന്
കൈയിലേക്ക് പോകുന്ന, കൈയുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന C5-6 ആ മേഖലയിലേക്ക് പോകുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ആരംഭിച്ച് ഫോറാമിൽ കൂടെ വന്ന് ഈ തമ്പിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു വേദന നമുക്ക് അനുഭവപ്പെടാം. അതേപോലെ കാലിൽ നമ്മൾ കോമൺ ആയിട്ട് L4 L5 ആ ഏരിയയിൽ തുടങ്ങുന്ന പെയിൻ ആണെങ്കിൽ നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്തൂടെ വന്ന് മുട്ടിന് താഴെ ഇറങ്ങി കാലിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് വേദന അനുഭവപ്പെടാം. അപ്പോൾ ശരീരം അതിനാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കശേരുക്കളുടെ ആ ലെവലിലെ ഏത് ലെവലിലാണോ അത് ന്യൂറോളജിക്കൽ ഉള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഏകദേശം അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഈ വേദന തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡോക്ടറോട് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറയുന്നതും അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് ഏത് വഴിക്കാണ് വേദന പോകുന്നതെന്ന് നോക്കിയാൽ നിങ്ങളുടെ ഡോക്ടർക്ക് അത്രയും കൂടെ എളുപ്പമായി കാര്യങ്ങൾ. ചില സയൻസ് ഡോക്ടർമാർ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കുന്നത്? ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ വന്നാൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ബാക്ക് പെയിനെ പറ്റി ഓഫ് കോഴ്സ് പുള്ളി കുറേ കാര്യങ്ങൾ ചോദിക്കും. അതുകൂടാതെ പുള്ളി വേറെ കുറേ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്താണ് ഡോക്ടർ അതിലൂടെ നമ്മളിന്ന് ഗെയിൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ദാറ്റ് വി ഷുഡ് നമ്മളത് കെയർഫുള്ളായിട്ട് ഒരു സാധാരണക്കാരനതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഇമീഡിയറ്റ്ലി ആയിട്ടൊരു ഡോക്ടറിനെ കൺസിഡർ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. പലപ്പോഴും അതിനെ ഡോക്ടേഴ്സ് റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് നട്ടെല്ലിൽ തുടങ്ങുന്ന വേദന അഥവാ ബാക്ക് പെയിൻ അല്ലെങ്കിൽ സർവൈക്കൽ കഴുത്തിലുണ്ടാകുന്ന വേദന, അതിൻ്റെ കൂടെയുള്ള സുഷുമ്ന നാഡിയെ ബാധിക്കുമ്പോഴാണ് അത് ഏറ്റവും പ്രശ്നക്കാരനാകുന്നത്. അല്ലെങ്കിൽ ആ സുഷുമ്ന നാഡിയെ ബാധിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് മിക്കവാറും ഡോക്ടർമാർ ചോദിക്കുന്നത്. അതായത് എന്തെങ്കിലും ബലക്കുറവ് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ നമ്മുടെ കൈക്ക് വേദന കാണും, പക്ഷേ നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യില്ല. ആ ഒരു കൈ കൊണ്ട് നമുക്ക് എടുത്ത് പൊക്കാനോ ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈൽ പോലെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ നിത്യോപയോഗത്തിലുള്ള സാധനങ്ങൾ കയ്യിൽ നിന്ന് താഴെ പോവുക. അതേപോലെ ചെരുപ്പിടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരു കാലിലെ വേദനയാണെങ്കിൽ അതിന് കൂടുതൽ ആയാസം വേണ്ടി വരുന്നു. അതിലും പ്രാധാന്യമുള്ള കാര്യം നമ്മുടെ യൂറിൻ മോഷൻ ഇവയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ അതിന് ഉദ്ദേശിച്ചത്ര ഫ്ലോ കിട്ടുന്നില്ല. ഈ പെയിൻ തുടങ്ങുന്നതിനെ കഴിഞ്ഞ് മുമ്പ് അതിലും എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പോൾ ന്യൂറോളജിക്കൽ സിംറ്റംസ് അത് നമ്മുടെ നട്ടലിൻ്റെ അകത്തൂടെ ട്രാവൽ ചെയ്യുന്ന സുഷുമ്ന നാഡിയോ അല്ലെങ്കിൽ കാലിലേക്ക് വരുന്ന ഞരമ്പുകളെ ബാധിച്ചു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വെയിറ്റ് ലോസ്, എന്ത് വേദനയും നടുവേദന ആയിക്കോട്ടെ, നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു വെയിറ്റ് ലോസ് ഉണ്ടാകുക, പനി ഉണ്ടാകുക. ഇപ്പോൾ പൂർണ്ണമായിട്ട് പനിയും വിറവലൊക്കെ ആയിട്ട് വരണമെന്നില്ല. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലുള്ള ഒരു ചെറിയൊരു ടെമ്പറേച്ചർ നമുക്ക് കൂടി നിൽക്കുന്ന പോലെ തോന്നുന്നു, ചെറിയൊരു കുളിര് തോന്നുന്നു, ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട്. അല്ലാതെ അത് മാത്രം നടുവേദനയുടെ കൂടെ ഇത്തരം സിംറ്റംസ് വരിക. അതേപോലെ മുൻപ് അസുഖങ്ങളുള്ളവർ, എന്തെങ്കിലും ക്യാൻസർ അതുപോലെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എങ്കിൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നടുവേദന വരിക. അപ്പോഴൊക്കെ നമ്മൾ ഡോക്ടറും കുറച്ച് വിജിലൻ്റായി കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചോദിക്കുന്നത് എത്ര കണ്ട് രോഗിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർത്തും നമുക്ക് നിർദോഷകരമായിട്ടുള്ള വേദനയാണെങ്കിൽ നമ്മുടെ ത്രെഷോൾഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതിയായി. ഈ നടുവേദന ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ സ്പൈൻ റിലേറ്റഡ് അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു ബാക്ക് പെയിൻ പോലെ വരാൻ സാധ്യത ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ചില വയറ്റിലെ ഓർഗൻസ് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല ഇപ്പോൾ പാൻക്രിയാസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു വളരെ ഡള്ളായിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ബാക്ക് പെയിൻ മാത്രമായിരിക്കും. ചിലപ്പോൾ ഞരമ്പുകൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണമെന്നില്ല. അതേപോലെ ചില തൊറാസിക് ക്യാവിറ്റിയിലുണ്ടാകുന്ന ചില ട്യൂമറുകൾ അങ്ങനെയുള്ള പക്ഷേ നമുക്ക് കൂടുതലായി കാണുന്ന നടുവേദനയ്ക്ക് അങ്ങനെ ഒരു ഇത് കാണാറില്ല. കൂടുതലായി കാണുന്നത് മിക്കവാറും മസിലിൽ നിന്നുണ്ടാകുന്ന ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ പോലെയുള്ള പെയിനുകളായിരിക്കും. വളരെ ചുരുക്കമായിട്ട് മറ്റ് ഡിസീസിൻ്റെ ലക്ഷണങ്ങളായിട്ടും കാണാറുണ്ട്.